എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ മക്കളുടെ സ്കൂൾ പാഠപുസ്തകത്തിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഉറപ്പായിട്ടുള്ള എല്ലാ ചോദ്യോത്തരങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ മക്കൾ മുഴുവനായിട്ടും കാണുക, കാരണം ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് മത്സരത്തിന് ചോദിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 1000 ലൈക്കാണ്. എല്ലാ മക്കളും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണണമെന്നും അഭ്യർത്ഥിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം, ദേശബന്ധു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം CR ദാസ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരുവാണ് CR ദാസ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഭൂപടങ്ങളിലെ നിറങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. പച്ച നിറം നൈസർഗിക സസ്യജാലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഭൂപടങ്ങളിലെ മഞ്ഞ നിറം കൃഷിയിടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ചുവപ്പ് നിറം പാർപ്പിടങ്ങൾ അതുപോലെ തന്നെ റോഡുകൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. കറുപ്പ് നിറം തീവണ്ടിപ്പാത, അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, ടെലിഫോൺ ലൈൻ എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നീല നിറം ജലാശയങ്ങളെ പ്രതിനിധീകരിക്കുന്നു. തവിട്ട് നിറം പാറക്കൂട്ടങ്ങൾ, മണൽ കൂനകൾ, കുന്നുകൾ എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഭൂപടങ്ങളിലെ നിറങ്ങളെന്ന് പറയുന്നത്. ഇതോരോന്നും നിറങ്ങൾ ഏതാണ് ഇവ, അല്ലെങ്കിൽ ചിലപ്പോൾ കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്ന നിറങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ മക്കൾ എന്ത് ചെയ്യുക, മഞ്ഞ നിറം എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ മഞ്ഞ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു, അങ്ങനെ രണ്ട് രീതിയിലും ചോദ്യം വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് പഠിച്ചു വെക്കാം. ഇന്ത്യയുടെ ഭൂവിസ്തൃതി എത്ര? ഉത്തരം 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യ ഏതെല്ലാം അക്ഷാംശങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം 8 ഡിഗ്രി 4 വടക്ക് മുതൽ 37 ഡിഗ്രി 6 വടക്ക് വരെ. എന്നാൽ ഇന്ത്യ ഏതെല്ലാം രേഖാംശങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം 68 ഡിഗ്രി 7 കിഴക്ക് മുതൽ 97 ഡിഗ്രി 2.5 കിഴക്ക് വരെ. 66 ഡിഗ്രി ഉത്തര രേഖാംശത്തെ വിളിക്കുന്ന പേര് എന്ത്? ഉത്തരം ആർട്ടിക് വൃത്തം. സീറോ ഡിഗ്രി അക്ഷാംശ രേഖയെ വിളിക്കുന്ന പേര് എന്താണ്? ഉത്തരം ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയെ വിഭജിക്കുന്നത് എവിടെ വെച്ചാണ്? ഭൂമധ്യരേഖയെ രണ്ടായി വിഭജിക്കുന്നത് ആഫ്രിക്കയിൽ വെച്ചാണ്. ഗ്രീൻവിച്ച് രേഖ എന്നറിയപ്പെടുന്നത് ഏത് രേഖയാണ്? ഉത്തരം രേഖാംശ രേഖ. ഭൂമിയെ 24 സമയമേഖലകളായി തിരിച്ച ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? ഉത്തരം സ്റ്റാൻഫോർഡ് ഫ്ലെമിംഗ്. ഗ്രീനിച്ച് രേഖ കടന്നു പോകാത്തത് എവിടെയാണ്? ഉത്തരം തെക്കേ അമേരിക്ക. ഗ്രീനിച്ച് രേഖ കടക്കുന്ന ഏറ്റവും വലിയ ആഫ്രിക്കൻ രാജ്യം ഏത്? ഉത്തരം അൾജീരിയ. ഭൂമധ്യരേഖയും ഗ്രീനിച്ച് രേഖയും തമ്മിൽ ചേരുന്ന സ്ഥലം അറിയപ്പെടുന്നത് ഏതു പേരിൽ? ഉത്തരം ഗൾഫ് ഓഫ് ഗിനിയ. ഇന്ത്യയുടെ മാനരേഖാംശം അല്ലെങ്കിൽ മാനക രേഖാംശം എന്നറിയപ്പെടുന്നത് എത്ര ഡിഗ്രി കിഴക്കാണ്? ഉത്തരം 82.5 ഡിഗ്രി കിഴക്ക്. നിഫെ എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം അകക്കാമ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. ആഗ്നേയശില എന്തിനെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആഗ്നേയശിലകൾക്ക് ഉദാഹരണം ചോദിച്ചാൽ ഗ്രാനൈറ്റ്, ബസാൾട്ട് എന്ന് മക്കൾ മനസ്സിലാക്കുക.
അതുപോലെ തന്നെ അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ് മണൽക്കല്ലും ചുണ്ണാമ്പ് കല്ലും. കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ് മാർബിൾ സ്ലേറ്റ്. അപ്പോൾ ഇതുകൂടി മക്കൾ പഠിച്ചു വെക്കുക. കാരണം ഗ്രാനൈറ്റ്, ബസാൾട്ട് ഇത് ഏത് തരം ശിലയാണെന്ന് ചോദിച്ചാൽ ഇത് പറയാൻ സാധിക്കണം ആഗ്നേയ ശിലയാണെന്ന്. അപ്പോൾ ഇത് മക്കൾ മനസ്സിലാക്കാം. അതുപോലെ വൻകര ഭൂവൽക്കം സിലിക്ക പ്ലസ് അലുമിന, സമുദ്ര ഭൂവൽക്കം സിലിക്ക പ്ലസ് മഗ്നീഷ്യം. ഏറ്റവും കനമുള്ള ഭൗമപാളി ഏതാണ്? ഉത്തരം മാൻഡിൽ. എന്നാൽ ഏറ്റവും കട്ടി കുറഞ്ഞ ഭൗമപാളിയാണ് ഭൂവൽക്കം. ലിത്തോസ്ഫിയറിന് തൊട്ടു താഴെ സ്ഥിതി ചെയ്യുന്ന അർദ്ധ ദ്രവാവസ്ഥയിലുള്ള പാളിയേത്? ഉത്തരം അസ്തനോസ്ഫിയർ. താപനിലയിലെ ഏറ്റക്കുറച്ചിലുകൾ മൂലം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന അപക്ഷയം അറിയപ്പെടുന്നത് ഏതു പേരിൽ? ഉത്തരം ഭൗതിക അപക്ഷയം. ലോക മണ്ണു ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഡിസംബർ 15. ലോകത്തിലെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശില ഏത്? ഉത്തരം കായാന്തരിത ശില. ഏറ്റവും സാന്ദ്രത കൂടിയ ഭൂമിയുടെ പാളി അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഉത്തരം കാമ്പ്. രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് ആരുടെ മുമ്പാകെയാണ്? ഉത്തരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ലോകസഭാംഗത്തിൻ്റെ കുറഞ്ഞ പ്രായപരിധി എത്ര? ഉത്തരം 30 വയസ്സ്. ഇനി നമുക്ക് ഓരോരുത്തരുടെയും പ്രായപരിധി പരിചയപ്പെടാം. ഇതും ഇങ്ങനെ ചോദിക്കാറുണ്ട്. അതായത് വൈസ് പ്രസിഡൻറ്റിൻ്റെ പ്രായപരിധി എത്ര, അല്ലെങ്കിൽ ഗവർണറുടെ പ്രായപരിധി, കുറഞ്ഞ പ്രായപരിധി എത്ര എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മക്കൾ എന്തായാലും പഠിച്ചു വെക്കണം. വൈസ് പ്രസിഡൻറ്റ് പ്രായപരിധി 35 വയസ്സ്. അതുപോലെ തന്നെ ഗവർണർ 35 വയസ്സാണ്. അതുപോലെ തന്നെ MP, ലോകസഭ MP 25 വയസ്സ്. MLA 25 വയസ്സാണ്. രാജ്യസഭയിലെ MPക്ക് 30 വയസ്സാണ് കുറഞ്ഞ പ്രായപരിധി. മെമ്പർ ഓഫ് പഞ്ചായത്ത് 21 വയസ്സാണ്. മെമ്പർ ഓഫ് മുനിസിപ്പാലിറ്റി 21 വയസ്സാണ്. വോട്ട് ചെയ്യാനുള്ള കുറഞ്ഞ പ്രായപരിധി എന്ന് പറയുന്നത് എത്രയാണ്? 18 വയസ്സാണ്. അതുപോലെ തന്നെ അപ്പർ ഏജ് ലിമിറ്റ് ഫോർ അപ്പോയിൻമെൻറ്റ് ആസ് എ ജഡ്ജ് ഓഫ് സുപ്രീം കോടതി ഉയർന്ന പ്രായപരിധി 65 ഇയറാണ്. എന്നാൽ ഹൈക്കോടതി ജഡ്ജ് ഉയർന്ന പ്രായപരിധി 62 വയസ്സാണ്. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? ഉത്തരം സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയിൽ നോട്ട എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ആ പേരിൽ തന്നെയുണ്ട്, നമുക്ക് നോക്കാം. ഉത്തരം നിഷേധ വോട്ട്. നോട്ട എന്ന് പറയുന്നത് നിഷേധ വോട്ടിനെ സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ഉത്തരം സച്ചിദാനന്ദ സിൻഹ. ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഉപരാഷ്ട്രപതി ഡോക്ടർ C രാധാകൃഷ്ണൻ. റിപ്പബ്ലിക് എന്ന ഗ്രന്ഥം രചിച്ചത് ആരായിരുന്നു? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഉത്തരം പ്ലേറ്റോ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആരായിരുന്നു? ഉത്തരം അന്റോണിയോ ഗുട്ടറസ്. ചൈനയുടെ ദേശീയ നിയമനിർമ്മാണ സഭയുടെ പേര് എന്താണ്? ഉത്തരം നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ്. നീതി ആയോഗ് രൂപീകരിക്കപ്പെട്ടത് എന്ന്? ഉത്തരം 2015 ജനുവരി 1 പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങൾ സവിശേഷ ലക്ഷണമായിട്ടുള്ള രാജ്യം ഏത്? ഉത്തരം സ്വിറ്റ്സർലൻഡ്.
ഇനി ഓരോ രാജ്യവും അതിൻ്റെ പ്രത്യേകതയും മനസ്സിലാക്കാം. ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ബ്രിട്ടനാണ്. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഗ്രീസ്. എന്നാൽ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ആര്? ഉത്തരം ഇന്ത്യൻ പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതിയാണ് സംസ്ഥാന ഗവർണർ നിയമിക്കുന്നത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഫസൽ അലി. സംസ്ഥാന നിയമമന്ത്രാലയ കൗൺസിലിന് വേണ്ടുന്ന ചുരുങ്ങിയ അംഗസംഖ്യ എത്ര? ഉത്തരം 40. ഏറ്റവും പഴക്കമുള്ള ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏത്? ഉത്തരം അമേരിക്ക. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി എത്ര? ഉത്തരം 9 വർഷം. വീഡിയോ ലൈക്ക് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാം. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഏത്? ഉത്തരം ഹേഗ്. നെതർലൻഡ്സിലാണ് ഹേഗ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഉത്തരം KM മുൻഷി. ആമുഖത്തെ വിശേഷിപ്പിച്ചവരെ നമുക്ക് പരിചയപ്പെടാം. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡെന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് NA പൽക്കിവാല. ഭരണഘടനയുടെ താക്കോൽ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർ ദാസ് ഭാർഗവ്. ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ആമുഖം തയ്യാറാക്കിയതും അദ്ദേഹമായിരുന്നു. ഓക്കെ അല്ലേ? ഇത് മക്കൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓരോ വ്യക്തിയുടെ പേരും അല്ലെങ്കിൽ ഭരണഘടനയെ വിശേഷിപ്പിച്ച രീതിയും അത് ആരാണ് വിശേഷിപ്പിച്ചത് എന്നും ചോദിക്കാം. എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായി വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം എത്ര? ഉത്തരം ആർട്ടിക്കിൾ 21A. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനാ അംഗീകാരം നൽകിയത് എന്നായിരുന്നു? ഉത്തരം 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളിൽ നിന്ന് സ്വത്തവകാശത്തെ നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏത്? ഉത്തരം 44-ാം ഭേദഗതി. സിന്ധു നദീതട സംസ്കാരം കണ്ടെത്തിയത് എന്നായിരുന്നു? ഉത്തരം 1921. താടിക്കാരനായ മനുഷ്യൻ്റെ പ്രതിമ കണ്ടെത്തിയ സ്ഥലം എവിടെ? ഉത്തരം മോഹൻജൊദാരോ. സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങൾ അവസാനം കണ്ടെത്തിയ സ്ഥലം ഏത്? ഉത്തരം ധൊളാവീര. ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്ത്? ഉത്തരം രവി നദിയുടെ തീരത്ത്. മോഹൻജൊദാരോ കണ്ടെത്തിയത് ആരായിരുന്നു? ഉത്തരം RT ബാനർജി. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉത്ഖനനം ചെയ്ത ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആര്? ഉത്തരം ജോൺ മാർഷൽ. പുരാതന ശിലായുഗത്തിലെ ലാസ്കോ ഗുഹാചിത്രങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഫ്രാൻസിൽ. ശിലായുഗ മനുഷ്യൻ്റെ തെളിവുകൾ ലഭിച്ച ഭിംബേട്ക ഗുഹ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മധ്യപ്രദേശിൽ.
പുരാതന ശിലായുഗത്തിലെ അൾട്ടാമറ ഗുഹാചിത്രങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം സ്പെയിൻ. പുരാതന ശിലായുഗത്തിലെ ഷോവെ ഗുഹാചിത്രങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഫ്രാൻസിൽ. അപ്പോൾ മക്കളെ, ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേയുടെ ക്വസ്റ്റ്യൻ ഇതാണ്: നീതി ആയോഗ് രൂപീകരിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം മക്കൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. 1000 ലൈക്കാണ് ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത്. കൂടുതൽ ചോദ്യോത്തരങ്ങൾക്കായിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 വീഡിയോ കാണാത്ത മക്കളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വീഡിയോ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും വിജയാശംസകൾ അറിയിക്കുകയാണ്. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ലഭിക്കാൻ വേണ്ടി ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനൽ മക്കൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ ലഭിക്കാൻ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി മക്കളെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.